ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആഹ്, ഞാനിന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുവായിരുന്നു. ആ സമയത്ത് അച്ചു വിളിച്ചു. അച്ചു ഡ്യൂട്ടിയിലാണ്. അപ്പം അച്ചു വിളിച്ചു. "ചേട്ടാ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഇന്ത്യൻ ഷോപ്പുണ്ട്." വീടിൻ്റെ അടുത്ത് മീൻസ് അച്ചുവിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ. ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം അവിടെ ബിരിയാണി വന്നിട്ടുണ്ട്. അവിടെ ഒരു ഫാമിലിയാണോ അതോ ആരാന്നറിയത്തില്ല. ഒരു മലയാളി കൊണ്ട് അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇല്ല. അപ്പോൾ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് മെസ്സേജ് വരും. അവർ മെസ്സേജ് അയക്കും നമുക്ക്. ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയക്കും. ചിക്കൻ ബിരിയാണിയുണ്ട്, ബീഫ് ബിരിയാണിയുണ്ട്. അപ്പം "ചേട്ടാ ബിരിയാണി മേടിച്ചാലോ? ബിരിയാണി കഴിക്കാൻ തോന്നുന്നു" എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ മേടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് ഓർഡർ ചെയ്തു. ആഹ് ചെന്ന് വാങ്ങിച്ചു. ഒരു ബിരിയാണി അച്ചുവിന് അവിടെ കൊണ്ടോയി കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടോയി കൊടുത്തു. ഒരെണ്ണം ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ബിരിയാണി മുട്ട അതിൻ്റെ കൂടെ ഉള്ളതല്ല. ഞാനിവിടെ വീട്ടിൽ വന്നിട്ടാണ് അത് പുഴുങ്ങിയെടുത്തത്. റൈത്ത ഉണ്ട് അതിൻ്റെ കൂടെ. അതുപോലെ തന്നെ അച്ചാറും ഉണ്ട്. ഓക്കെ. നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? ഞാൻ ബിരിയാണി കൊണ്ടുവന്നിട്ടൊന്ന് ചൂടാക്കിയായിരുന്നു. എൻ്റെ ചെറുതായിട്ടൊരു ആവി വറക്കുന്നുണ്ട്. ചൂടാക്കിയായിരുന്നു. എനിക്ക് ബിരിയാണി ചൂടാക്കി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യം ബിരിയാണി മാത്രമായിട്ടൊന്ന് കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാ. ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. നമുക്ക് 2 പീസ് ചിക്കൻ അതിൻ്റെ കൂടെ ഉള്ളത്. ഒരു ലെഗ് പീസും ഉണ്ട്, അല്ലാത്തൊരു പീസും ഉണ്ട്. ബിരിയാണി ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ സ്പൈസി അല്ല. എനിക്ക് ബിരിയാണി കുറച്ച് സ്പൈസി ആവുന്നതാണ് ഇഷ്ടം. ഇതൊട്ടും സ്പൈസി അല്ല. പിന്നെ ബാക്കി ടേസ്റ്റ് വൈസ് നല്ലതാണ്. എനിക്ക് ആ ഒരു എരിവിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ബിരിയാണി ആണെങ്കിൽ പോലും എനിക്ക് കുറച്ചൊരു അതിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, കുറച്ചൊരു എരിവുള്ളതാണ് എനിക്കിഷ്ടം. എന്നാലും കൊള്ളാം. അച്ചുവിന് ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിത് 2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മേടിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ആണെങ്കിലും എനിക്കത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, ആ ഒരു മസാല കുറവായതിനുള്ള പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം നല്ലതാണ് കേട്ടോ. ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളെല്ലാം നല്ലതാണ്. ചിക്കനൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ടേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ടേക്കുന്ന ചിക്കൻ. നമുക്കിനെ കുറച്ച് അച്ചാറിൻ്റെ കൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നാരങ്ങ അച്ചാറാണ്. കുഴപ്പമില്ല, ചെറിയൊരു കയ്പുണ്ട്. അതിനും കുഴപ്പമില്ല. ഞാൻ കുറച്ച് റൈത്ത ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട്. അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. റൈത്ത കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല റൈത്ത. അപ്പോൾ ഈ എരിവ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഈ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം എൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ പലർക്കും പല ടേസ്റ്റാണല്ലോ. പക്ഷേ എൻ്റെ ആ ടേസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ആഡ് ചെയ്താലോ.
ഞാൻ അവിടെ എടുത്തിരിക്കുന്ന കുറച്ച് വറ്റൽമുളക് അച്ചാറാണ്. അപ്പം അത് ഞാൻ എൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് നേരത്തെ. മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ എരിവിൻ്റെ എരിവ് അങ്ങനെ ഒരു ടേസ്റ്റ് ബഡ്സിലേക്ക് ഇങ്ങനെ തട്ടുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ലെഗ് പീസുണ്ട്, മുട്ടയുണ്ട്. മുട്ട പറഞ്ഞാൽ ഞാൻ ഇവിടെ പുഴുങ്ങിയെടുത്ത മുട്ടയില്ലാതെ എന്ത് ബിരിയാണി അല്ലേ. മുട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. ഞാൻ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ചുമയായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി ചുമ തുടങ്ങിയിട്ട് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബിരിയാണിയാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടുണ്ടല്ലോ, കൂട്ട് കുറച്ചുകൂടെ ഒന്ന് ഒരു എരിവുള്ള കൂട്ടായിരുന്നെങ്കിൽ ബിരിയാണി പൊളിച്ചാനെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ചില റെസ്റ്റോറൻറ്റുകളിലെ ബിരിയാണി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വിലയ്ക്കും കാര്യത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബിരിയാണി സൂപ്പറാട്ടോ. ഈ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ബിരിയാണിയുടെ എനിക്ക് തോന്നുന്നു നാരങ്ങ അച്ചാറിനേക്കാളും കൂടുതൽ ബീട്രൂട്ട് അച്ചാർ, ഡേറ്റ്സ് അച്ചാർ ഒക്കെ. നമുക്ക് നമ്മുടെ ആ ഭാഗത്തേക്ക് കോട്ടയം പാലാ ഭാഗത്തേക്കൊന്നും അങ്ങനെ ഒരു ഇതില്ല. ഞാൻ ഈ കണ്ണൂർ ഭാഗത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഓരോ വീഡിയോസ് കാണുമ്പം ഇങ്ങനെ പറയുന്നതാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് സ്പൈസി നോർമൽ ബിരിയാണി മീൻസ് നോർമൽ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു മസാല കാണും അല്ലേ. അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ മൃണാളുണ്ടല്ലോ, മൃണാളിൻ്റെ കൊച്ചിയിലെ ഹംഗ്രി മൃണാളിൽ അവിടുത്തെ ബിരിയാണി ഒട്ടും സ്പൈസി അല്ല എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അവിടെ നല്ല സെയിലുണ്ട്. അവരുടെ ഒരു എന്നാ പറയുക, അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാലോ. അപ്പം സ്പൈസി ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ബിരിയാണിയിൽ. ചിലപ്പോൾ ഒറിജിനൽ ബിരിയാണി അങ്ങനെ ആയിരിക്കാം അല്ലേ. അപ്പം എനിക്കെന്താണേലും ഇതാണ് ഇഷ്ടം. ഞാൻ കുറച്ച് റൈത്തയും കൂടെ മിക്സ് ചെയ്തു. റൈത്തയും ബിരിയാണി മുളകും കൂടെ വന്നപ്പോണ്ടല്ലോ പൊളി. സീരിയസ്ലി ആ ഒരു മിക്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എനിക്ക് ആ റൈത്തയുടെ മിക്സിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിക്കനും കൂടെ വെച്ചേക്കാം. ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് പൊളി. പൊളിച്ചു. നിങ്ങളുടെ നാട്ടിൽ ഏത് ടൈപ്പ് ബിരിയാണിയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു,
നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അതിൻ്റെ അഭിപ്രായം പറയണം. കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഒരു കമൻറ്റ് ബോക്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ചാനൽ എങ്ങനെ ഇമ്പ്രൂവ് ആവണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് പിടിയും കഴിച്ചു. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ആ ഒരു എരിവിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കി ടേസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. എനിവേ പോരാ, റൈസിൻ്റെ കൂടെ കുഴപ്പമില്ല, തന്നെ അത്ര പോരാ. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള മാത്രം അഭിപ്രായമാണ്. ഇത് പലർക്കും പല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, എൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.